ഇപ്പോൾ SFIയുടെ സംസ്ഥാന സെക്രട്ടറി PS സഞ്ജീവ് കൂടി ചേരുകയാണ്. സഞ്ജീവ്, നമ്മുടെ വിദ്യാലയങ്ങളിൽ ഓണവും ക്രിസ്മസും ബക്രീദും ഒക്കെ തന്നെ ആഘോഷപൂർവ്വം നടത്താറുണ്ട്. അതിൽ എല്ലാ മത വിഭാഗത്തിൽപ്പെടുന്നവരും പങ്കാളികളാകും. അതിൻ്റെ ഒരു സന്തോഷം കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും. ഇപ്പോൾ തിരുവനന്തപുരത്ത് ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ സംഘടിപ്പിക്കാൻ തുടങ്ങിയ ചിന്മയ വിദ്യാലയത്തിൽ അത് പാടില്ല എന്നൊരു നിർദ്ദേശം വരികയും കുട്ടികളിൽ നിന്ന് പിരിച്ച പണം തിരികെ നൽകുകയും ചെയ്തിരുന്നു. ഇതേ സാഹചര്യത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം BSNL എംപ്ലോയീസിൻ്റെ ഒരു ആഘോഷം, ക്രിസ്മസ് ആഘോഷം തിരുവനന്തപുരത്ത് നടത്താൻ തീരുമാനിച്ചിരുന്നു. അപ്പോൾ RSS BMSൻ്റെ യൂണിയൻ അവിടെ ആവശ്യപ്പെട്ടു, അവിടെ ഗണഗീതം ആലപിക്കണം, അതായത് ക്രിസ്മസ് ആഘോഷത്തിൽ ഗണഗീതം ആലപിക്കണം. അവസാനം ആ ക്രിസ്മസ് ആഘോഷം റദ്ദു ചെയ്തു. അതായത് ഇവരുടെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത് ഒരു കാരണവശാലും ഈ ക്രിസ്മസ് ആഘോഷങ്ങൾ നമ്മളുടെ ഇടയിൽ നടക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇന്ന് വിദ്യാഭ്യാസ മന്ത്രി പക്ഷേ ആ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട്. എന്താണ് താങ്കൾക്ക് പ്രതികരിക്കാനുള്ളത്? സംഘപരിവാറും അതിനെ നിയന്ത്രിക്കുന്ന രാഷ്ട്രീയ കക്ഷികളുമല്ല എങ്കിൽ അതിന്റെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ മനസ്സും അത്രമേൽ വികലമാണ്. അവർ മനുഷ്യവിരുദ്ധമാണ്. അതിൽ ആർക്കും സംശയമില്ലാത്ത കാര്യമാണ്. എന്നാൽ ഈ രാജ്യത്ത് വ്യത്യസ്ത കാലഘട്ടങ്ങളിൽ ഇവർ ഉയർത്തിയ ഈ വർഗീയ നിലപാടുകളെ മതനിരപേക്ഷ കാഴ്ചപ്പാടുകളും സമരങ്ങളും വഴി നമ്മൾ പല ഘട്ടത്തിൽ മറികടന്നതാണ്. അത് പലർക്കും ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. ഒരു സമൂഹത്തിനാകെ ഭീഷണി നേരിടേണ്ടി വന്നിട്ടുണ്ട്. അത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് സംഘപരിവാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഇത്തരത്തിലുള്ള വ്യത്യസ്ത സാഹചര്യങ്ങൾ രാജ്യത്ത് അവിടെയിടങ്ങളിലായി ഇന്ന് സാധാരണ നിലയിലേക്ക് കാര്യങ്ങൾ എത്തുന്ന രൂപത്തിലേക്ക് മാറിയിരിക്കുകയാണ്. അത് യൂണിഫോമിന്റെ കാര്യങ്ങളിലാവട്ടെ, ഭക്ഷണത്തിന്റെ കാര്യങ്ങളാവട്ടെ, പ്രണയത്തിലാവട്ടെ, അങ്ങനെ മനുഷ്യ വികാരങ്ങളെയും മനുഷ്യ ആവശ്യങ്ങളെയും മനുഷ്യരുടെ അടിസ്ഥാനപരമായ ചിന്തയിലും യുക്തിയിലും പോലും ഇപ്പോഴും വർഗീയത വിളമ്പാനും അത് ജനങ്ങൾക്കിടയിൽ അടിച്ചേൽപ്പിക്കാനുമുള്ള ശ്രമങ്ങൾ ഉണ്ടാവുകയാണ്. നമുക്കിതൊക്കെ അതിശയത്തോടു കൂടിയും ആശ്ചര്യത്തോടും കൂടിയും കാണേണ്ടതായി വരും. കേരളത്തിൽ എല്ലാ സ്കൂളുകളിലും കോളേജുകളിലും എല്ലാം ഓണവും ക്രിസ്മസും ഈ പറഞ്ഞ ബക്രീദും എല്ലാം സമൂഹ നോമ്പ് തുറ ഉൾപ്പെടെ നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ നമ്മുടെ കലാലയ ജീവിതങ്ങളിൽ ഇന്നും വിദ്യാർത്ഥികൾ അത് ആഘോഷിച്ചു പോരുന്നു. അതിന് ഇവിടെ യാതൊരുവിധ ചോദ്യോത്തരങ്ങളും നമ്മൾ നേരിടേണ്ടി വന്നിട്ടില്ല. എന്നാൽ ചരിത്രത്തിൽ ആദ്യമായി കേരളം പോലുള്ള ഒരു സമൂഹത്തിൽ പോലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉരുത്തിരിഞ്ഞ് കൊണ്ടുവരാനും അത് ഒരു പൊതുപ്രശ്നമാക്കി ഉയർത്തി ആ മതനിരപേക്ഷ ബോധ്യത്തെ ഓരോ ഘട്ടങ്ങളിലായി കൊണ്ടുവരാനുള്ള ശ്രമമാണ്. ഇതിനെതിരെ രംഗത്ത് വരാൻ ഇടതുപക്ഷ കക്ഷികൾ തീർച്ചയായും ഉണ്ടായിട്ടുണ്ട്, അത് തുടരുകയാണ്. എന്നാൽ ജനങ്ങളെ ആകെ അണിനിരത്തിക്കൊണ്ടുള്ള സമരത്തിന് നാം മുന്നോട്ട് വെക്കേണ്ട ചില വിഷയങ്ങളിൽ പ്രത്യേകിച്ച് കോൺഗ്രസ് പോലുള്ള സംഘടനകൾ, മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ പോലും അഭിപ്രായം പറയാതിരിക്കുന്നത് കുറ്റകരമായ അവരുടെ ഈ മൗനം അതൊരു തരത്തിൽ സംഘപരിവാറിനെ സഹായിക്കുന്നുണ്ട്. അത് കേവലം ഇടതിന്റെയും സംഘപരിവാറിനെതിരെയുമുള്ള അവർ തമ്മിലുള്ള വ്യക്തിപരമായ പ്രശ്നങ്ങൾ പോലെ പിന്നീട് വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. എന്നാലും ഈ വിഷയത്തെ സർക്കാർ നേരിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാർത്ഥി സംഘടന എന്ന നിലയിൽ SFIയും അത് ആ നിലയിൽ തന്നെ കാണുന്നു. സംസ്ഥാനത്തെ എല്ലാ സ്കൂളുകളും ക്രിസ്മസ് ആഘോഷിക്കണം എന്നുള്ളതാണ് SFIയുടെ നിലപാട്. സഞ്ജീവ്, ഇതിപ്പോ നമുക്കറിയാം കേന്ദ്ര സർക്കാരിന്റെ കീഴിൽ വരുന്ന CBSE സിലബസ് പഠിപ്പിക്കുന്ന സ്കൂളാണ് ഈ ചിന്മയ വിദ്യാലയം. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ ഉണ്ടായ ഒരു പരാതി, ഒരു പേരന്റ് ഒരു പരാതിയുമായി വിദ്യാഭ്യാസ മന്ത്രിയുടെ മുന്നിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് ആ വിഷയത്തിൽ ഒന്ന് ഇടപെടാനും അത് അന്വേഷിക്കാനും അതേക്കുറിച്ച് അഭിപ്രായം പറയാനും അദ്ദേഹത്തിന് കഴിയുന്നത്. പക്ഷേ 90% ഈ പറയുന്ന CBSE ICSE സ്കൂളുകളിൽ കേന്ദ്ര സർക്കാരിൻ്റെ കൃത്യമായ നിർദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വളരെ വർഗീയമായ തലത്തിലേക്ക്, അതിപ്പോൾ ദീപാവലി ആണെങ്കിലും അതുപോലെയുള്ള ഓരോ ഹിന്ദു ആഘോഷങ്ങളും അവിടുന്ന് ദില്ലിയിൽ നിന്ന് അയച്ചു കൊടുക്കുന്ന സർക്കുലറിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോ പരിപാടികളും സ്കൂളുകളിൽ സംഘടിപ്പിക്കുന്നത്. നമ്മുടെ പൊതുവിദ്യാലയങ്ങളിൽ മാത്രമാണ് അത് ഇപ്പോഴും കടന്ന് വരാതിരിക്കുന്നത്. വലിയൊരു അപകടം നമ്മുടെ സമൂഹത്തിൻ്റെ മറ്റൊരു ഭാഗത്ത് ഉയർന്നു വരുന്നുണ്ട് സഞ്ജീവ്. അത് തീർച്ചയായും അത് ഇത്തരത്തിൽ കേന്ദ്രീകരിക്കാനും അത് പൂർണ്ണമായും സംഘപരിവാറിന് കീഴിലാക്കാനും അതിനുള്ള ശ്രമങ്ങൾ അവർ നടത്തിക്കൊണ്ടേയിരിക്കുകയാണ്. 2 ദിവസങ്ങൾക്ക് മുമ്പാണ് UGCയും ഹയർ എഡ്യൂക്കേഷൻ കമ്മീഷനും ഉൾപ്പെടെ എല്ലാത്തിനെയും ഇല്ലാതാക്കിക്കൊണ്ട് ഒരു പുതിയ ഇൻസ്റ്റിറ്റ്യൂഷന് തന്നെ, പുതിയ നിയമനിർമ്മാണത്തിന് തന്നെ സംഘപരിവാർ നേതൃത്വം കൊടുത്തത്. ഇത് വ്യത്യസ്ത തോതിൽ നമ്മൾ നേരിടുന്ന പ്രശ്നമാണ്. അതിന് ആ നിലയിൽ തന്നെ അഭിസംബോധന ചെയ്യേണ്ടതായി ഉണ്ട് എന്നാണ് SFI പോലുള്ള സംഘടനകൾ മനസ്സിലാക്കുന്നത്. ഇപ്പൊ CBSE സ്കൂളുകളിലാവട്ടെ, ICSE സ്കൂളുകളിലാവട്ടെ, ഇവിടങ്ങളിലൊക്കെയും സംഘപരിവാറിന് സാധ്യതയുള്ള സംസ്ഥാനങ്ങളിലും ആ തരത്തിൽ ഇവരിടപെടുന്നുണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട്
ഇവിടങ്ങളിലൊക്കെയുള്ള വിദ്യാർത്ഥികൾക്ക് അവരുടെ മതനിരപേക്ഷ നിലപാട് ഉയർത്തിപ്പിടിക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പൊതുബോധം സൃഷ്ടിക്കുക എന്നതാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിറവേറ്റാൻ നമ്മുടെ പൊതുസമൂഹത്തിന്റെയും മതനിരപേക്ഷ കക്ഷികളുടെയും ആകെയുള്ള ചെറുത്തുനിൽപ്പും പ്രതിരോധവും ആവശ്യമാണ്. നന്ദി PS സഞ്ജീവ് പ്രതികരിച്ചതിന്.